അലാറം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കണ്ണടഞ്ഞു നമ്മുടെ റോഡിൽ ശ്രദ്ധ മാറിയ ഓടുന്ന സമയത്താണ് നമ്മൾ കണ്ണടഞ്ഞു പോകും. നമ്മുടെ റോഡിൽ ശ്രദ്ധ മാറിയ അന്നേരം ഇത് അലാറം വരും. അതുപോലെ തന്നെ നമ്മളവിടെ ഇരുന്നാൽ തന്നെ അതിലേറെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മുങ്ങിച്ചു. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഭാരത് ബെൻസിന്റെ 12 വീൽ ടിപ്പറിന്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന ആളുകളും ഈ വണ്ടിയെ പറ്റി അറിയാൻ, ഡ്രൈവിങ്ങിന്റെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പൊ നമ്മൾ കണ്ടോ, നമ്മുടെ വണ്ടിയായിട്ട് ഇവിടെ കസ്റ്റഡിയിൽ ഓടിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വണ്ടി കണ്ടത് നമ്മുടെ രാജീവേട്ടൻ ഓടിക്കുന്ന വണ്ടിയാണിത്. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഭാരത് ബെൻസ് BX6 3528 8x4 ആണ് ഇതിന്റെ മോഡൽ നമ്പറൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ മറ്റു വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടിയാണിത്. വ്യത്യസ്തമായ വണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഫ്രണ്ട് വീല്, ഞാൻ പുതിയ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം കാണുക. ഫീൽഡിലേക്ക് ആദ്യം വരുന്നവര് ഭാരത് ബെൻസിനെ പറ്റി, ഈ ടോർക്കിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവരും, അല്ലാതെ പ്രൊഫഷണൽ ഡ്രൈവർമാർക്ക് വേണ്ടി ഉള്ള വീഡിയോ അല്ല ഇത്. ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരൊന്നും വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് ഇതിൽ നിന്നും കൂടുതൽ അറിവൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പം തുടക്കക്കാർ മാത്രം കാണുക. ഓക്കെ, ഇതുണ്ട്. ഈ ഫ്രണ്ട് വീല് തിരിയുന്ന പോലെ തന്നെ ഈ വീലും തിരിയുന്ന ഒരു മോഡലാണ് ഈ വണ്ടി. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇതിന്റെ ഡ്രൈവർ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എയർ സംവിധാനത്തിലാണ് ഇതിന്റെ ഇതുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈ നമ്മുടെ രാജീവേട്ടനുണ്ട്. രാജീവേട്ടനോട് ചോദിച്ചിട്ട് ഇതിന്റെ ആദ്യം ഈ ഡ്രൈവർ സീറ്റിനെ പറ്റി മനസ്സിലാക്കാം. രാജീവേട്ടൻ, ഇതിന്റെ സീറ്റിനെ പറ്റി പറഞ്ഞു, ഇത് എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇത് എയർ സീറ്റ് ആണ്. എയർ സീറ്റ് ഇത് നമുക്ക് ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താനാണ്. ഇത് നമുക്ക് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് സ്വിച്ചുകൾ. ഇത് നമുക്ക് എന്തൊരു ആയിട്ടിരിക്കണോ അതനുസരിച്ച് വെയിറ്റിനും അനുസരിച്ച് ഇത് പുഷ് ചെയ്ത് ചെയ്യും. ഇതിന്റെ കൂട്ടുന്ന കിട്ടാൻ വേണ്ടിയുള്ളത്. അപ്പൊ ഈ 3 സ്വിച്ചുകളാണ് ഇതിനുള്ളത് അല്ലേ? നമ്മള് വെയിറ്റ് കുറഞ്ഞ ഒരാൾ ഇരിക്കുവാണെങ്കിൽ ഇത് വെയിറ്റ് കുറഞ്ഞ ഒരാളിരുന്നാലും പിന്നെ അതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കും തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ? ചെയ്യുന്ന ഇത് തന്നെയാണ്. അപ്പൊ താഴ്മ്പോൾ അതിനനുസരിച്ച് ഇപ്പൊ നടുവേദനൊക്കെ പരമാവധി നടുവേദന ഇല്ല ഈ വണ്ടി ഓടിക്കാൻ. കുറഞ്ഞിരിക്കും അല്ലേ? ഏറ്റവും വലിയ പ്രത്യേകത നടുവേദന ഉണ്ടാകുന്നില്ല. മറ്റു വണ്ടികളെ പോലെ വണ്ടി ചാടിയാൽ നമുക്ക് വിഷയമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് കയറിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വീലൊന്ന് തിരിച്ചു കാണിക്കുമോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പൊ മീറ്റർ കൺട്രോളൊക്കെ സാധാരണ വണ്ടിയുടെ ഒക്കെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇഞ്ചക്ഷൻ ഓഫ് ആകുക, അതൊന്ന് സ്റ്റാർട്ട് ആകുക. സീറ്റ് ബെൽറ്റ് ബാർ ലൈറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ബാർ ലൈറ്റ് ഓഫ് ആകും. സീറ്റ് ബെൽറ്റിന്റെ ഒരു യോഗമാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് കണ്ടു. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ഓഫ് ആകും. ടയർ തിരിച്ച് അപ്പൊ 2 ടയറും ഒരേ ബസ്സിനാണ് തിരിയുന്നത്. അപ്പം ഈ മോഡൽ വണ്ടികളൊക്കെ ഇറങ്ങിയതിന്റെ ആണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ക്രാഷ് ബാരിയർ പോലെ സംഭവം. അതായത് മുകളിൽ നിന്ന് എന്തെങ്കിലും മിറ്റിലോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇത് കൂടുതലും മൈനിങ് പർപ്പസിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണല്ലോ ഈ വണ്ടികൾ. പിന്നെ സൺഷൈഡ് പോലെ ഒരു സൺഷൈഡ് പോലെയും പിന്നെ ഈ ചെറിയ മിറ്റിലൊക്കെ ആണെങ്കിലും അല്ലേ വീഴാതൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഇതുണ്ട്, ഈ സൈഡിൽ ഒരു മിറ്റിൽ വീണിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇവന്റെ ഗ്ലാസിന്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വന്ന് ഇരിപ്പുണ്ട്. ഒരു പ്രഷറെ കൊണ്ടിട്ടപ്പോൾ ഈ സൈഡിൽ ഒരു പ്രഷറെ കൊണ്ടിട്ടപ്പോഴത്തേനും മെറ്റീരിയൽ വീണതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഉണ്ടാകത്തില്ല. ഈ ഷെയ്ഡ്
നല്ല യൂസ്ഫുൾ ആണ് അങ്ങനെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെയുള്ള മിററുകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഒരുപാട് നമുക്ക് ഈ പ്രോക്സിമിറ്റി മിറർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആ മിറർ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു ഫ്രണ്ടിനെ പറ്റിയുള്ള പൂർണ്ണ രൂപം ഡ്രൈവർക്ക് കിട്ടും. ഏത് ലൊക്കേഷനാണ് വണ്ടി നിൽക്കുന്നത്, അതുപോലെ തന്നെ സൈഡ് വീതി കുറഞ്ഞ വഴി കൂടെ പോയാലും കാണാം. ഏതാ ഒരാള് പോയാലും ഒരാൾ പോയാലും കാണാം. സൈഡിൽ കൂടെ ഒരാൾ നടന്നു പോവുകയാണെങ്കിലും അതെല്ലാം കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അത്ര മിററുകളൊക്കെ സൈഡിൽ സെറ്റ് ചെയ്തുകൊണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഈ ക്യാബിന്റെ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട സാധാരണ വണ്ടികളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അകത്തോട്ട് കയറിയിട്ട് സാധാരണ വണ്ടിക്കകത്തെല്ലാം ഇങ്ങനെയൊക്കെയാണ്, ജാക്കിയും കട്ടത്തലയും സ്പാൻഡറും ഇങ്ങനെയുള്ള പൈപ്പുകളും ആഡ്ബ്ലോ ഒഴിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് ജസ്റ്റ് ഈ കാര്യം കൂടെ ഒന്ന് കാണിച്ചിട്ട് അകത്തോട്ട് കയറാതെ. അപ്പൊ ഇത് സാധാരണ വണ്ടിക്കൊക്കെ ഉള്ള പോലെ തന്നെ കൂടുതൽ സംഭവങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ബാറ്ററി വന്നിരിക്കുന്നു. പിന്നെ ഇത് ക്യാബിന് മറിക്കാനുള്ള ജാക്കിയുടെ പോർഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ആഡ്ബ്ലൂവിന്റെ ടാങ്കാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ആഡ്ബ്ലൂവിന്റെ ടാങ്ക് വളരെ ചെറുതാണ്. ഡീസൽ ടാങ്ക് വന്നിരിക്കുന്നത് വളരെ ഈ വണ്ടിയുടെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ടാങ്കാണ് വന്നിരിക്കുന്നത്. അത് പോളിമർ ടാങ്ക് കൊടുക്കായിരുന്നു, പക്ഷെ ഒരു മെറ്റൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. അതൊരു പോളിമർ ടാങ്ക് വേണം ഫിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ സ്കൂപ്പ് ബോഡിയാണ്. ഇവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതല്ലോ ഒരു റിവേഴ്സിന്റെ ഒരു ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ്. സ്റ്റെപ്നി ടയർ വന്നിരിക്കുന്നത് ആണോ? ഇതിന്റെ ആക്സിലേറ്റർ, ബ്രേക്ക്, ഇങ്ങനെ സൈഡിൽ ക്ലച്ച് ആ സൈഡിൽ ഇങ്ങനെ സ്റ്റിയറിംഗിന്റെ ഒരു പോർഷൻ കാരണം കാണത്തില്ല. ഇത് നമ്മുടെ പെട്ടി പോക്കാനുള്ള ടിപ്പിംഗ് മെക്കാനിക്സിന്റെ ഒരു യൂണിറ്റ് ആണ്. സാധാരണ വണ്ടിയുടെ പോലൊക്കെ തന്നെ. ഒന്ന് ആക്ഷൻ ചെയ്ത് ചേട്ടാ. അടിപൊളി. നടുവേദന ഉണ്ടാവും? കുറവാണ്. കാണുമ്പോ തന്നെ നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. അടി. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങിക്കോളും. അത് കൊള്ളാം. ഈ ഒരു മോഡൽ നമ്മുടെ ലൈലാൻഡിന് ഉണ്ടായിരുന്നു. കംഫർട്ടല്ല. ലൈലാൻഡ് ഫാൻസ് ഇല്ലല്ലേ? ചാടി തെറിച്ചു പോകും ചിലപ്പോ. സ്പ്രിംഗ് ആക്ഷൻ പുറകെ വരുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഇനി ക്യാബിന്റെ ഉള്ളിലോട്ട് കയറാം. അപ്പൊ സ്റ്റെപ്പിനിയുടെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, സ്റ്റെപ്പിനി വന്നിരിക്കുന്ന ഈ ഡീസൽ ടാങ്കിന്റെ അടിയിലായിരുന്നു സ്റ്റെപ്പിനിയുടെ ഫിറ്റിംഗ് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. സ്റ്റെപ്പിനി ടയർ നിലവിലിപ്പോ ഇതിന് ടയർ വർക്ക്ഷോപ്പിലാണ്ട് കൊടുത്തിരിക്കുവാണേ. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ അകത്തോട്ട് നമുക്ക് കയറാം. ഗ്രിപ്പോട് കൂടിയ ഫൈബർ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ പിടിക്കാൻ ഹാൻഡിൽ, ഇവിടെയും ഹാൻഡിലുണ്ട്. രാജാപ്പാട്ടായിട്ട് ചവിട്ടിയിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബാക്കിന്റെ വ്യൂ മൊത്തം സൈഡ് മിററിൽ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് മിറർ വരുമ്പോൾ നമുക്ക് ആ ഫ്രണ്ട് വീലിന്റെ അത്രയും പോർഷൻ നമുക്ക് കാണാൻ പറ്റും ഈ മിററിൽ കൂടെ. കണ്ടോ, പിന്നെ ഇവിടുത്തെ ആ ഒരു മിറർ ഉണ്ട്, ഈ കോർണറിൽ കൊടുത്തേക്കുന്ന മിററിൽ ആ ഫ്രണ്ട് മൊത്തം ആ ഒരു വൈഡ് ആംഗിൾ ഒരു മിററാണ്, വൈഡ് വിഷ്വൽ കിട്ടുന്ന ഒരു മിററാണ്. അതുകൊണ്ട് ഇവിടെ അത്ര ഭാഗം ക്യാബിന്റെ ഫ്രണ്ട് മുഴുവൻ അവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എല്ലാം നമ്മൾ നേരത്തെ കണ്ട മറ്റേ മോഡൽ വാഹനങ്ങളുടെ പോലെയൊക്കെ തന്നെയാണ്. വ്യത്യാസമായിട്ട് എന്താ ഉള്ളത്, അവിടെ ഒരു പുതിയ സംവിധാനമുണ്ട്. അത് ക്യാമറ, അത് നമ്മള് ഉറങ്ങിപ്പോയാലൊക്കെ നമ്മൾ ഏൽപ്പിക്കാൻ ഒരു അലാറം കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണടഞ്ഞു പോകും, നമ്മുടെ റോഡിൽ ശ്രദ്ധ മാറിയ ഓടുന്ന സമയത്താണ് നമ്മൾ കണ്ണടഞ്ഞു പോകും. നമ്മുടെ റോഡിൽ ശ്രദ്ധ മാറിയ അന്നേരം ഇത് അലാറം വരും. നമ്മളെ സെൻസർ ചെയ്ത് ഇവിടെ അലാറം ഉണ്ട്. അത് നമ്മൾ പരീക്ഷ നോക്കിയിട്ടുള്ളൂ, ചുമ്മാ കണ്ണടച്ചിട്ടൊക്കെ. പിന്നെ ഇഷ്ടം പോലെ കണ്ണടക്കണ്ട, ഫോൺ എടുത്ത് ഉപയോഗിച്ചപ്പോഴും നമ്മൾ ഇത് അലാറം അടിക്കും. അനാവശ്യമായിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഫോണിൽ പോയി നോക്കിയാൽ പോലും ഇത് അലാറം അടിക്കും. അന്നേരം ഇത് പണി വരും. അലാറം അടിച്ചിട്ട് എവിടുന്ന് അലാറം കേൾക്കുന്നത്? അലാറം കേൾക്കും. അതെന്താ? ഓ ശരി.
അപ്പൊ അതിനെ കളിപ്പിച്ച് പറ്റിച്ച് നോക്കണല്ലേ? നമ്മുടെ റോഡിൽ ശ്രദ്ധ മാറി അന്നേരം നമ്മളെ ഉണർത്തും. അപ്പൊ ഈ വണ്ടി ഓടിക്കുമ്പോഴേ എന്താ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം? ഈ രണ്ട് ടേണിംഗ് വീലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാധാരണ വണ്ടിയേക്കാളും ആരത്തിൽ കുറച്ചട കൊണ്ട് തിരിഞ്ഞു വരാൻ എളുപ്പമുണ്ടോ? വളരെ സിമ്പിളാണ് തിരിക്കാനൊക്കെ. 10 വീലിനേക്കാൾ ഒരു ചക്രം കൂടെ കമ്പയർ നോക്കണമെന്നേ ഉള്ളൂ. വണ്ടി വളരെ സിമ്പിളാ ഓടിക്കാൻ സിമ്പിൾ അല്ലേ? 10 വീലും 12 വീലുണ്ടെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളില്ല ഓടിക്കാൻ. വണ്ടി മാത്രം ഓടിച്ചിട്ട് മടുക്കില്ല. ഇല്ല വേറെ ഏത് വണ്ടി ഓടിച്ചാലും മടുക്കില്ല. എത്ര ഓടിയാലും മടുക്കുകയാണ്. അതാണ് കാർ ഓടിക്കുന്ന ഒരു ഫീലിംഗേ ഉള്ളൂ. വണ്ടി മുപ്പൊക്കെ കണ്ടാലും അത് ഒരു കാർ കൊണ്ട് നടക്കുന്ന ഒരു ഫീലിംഗേ ഉള്ളൂ. ഇതിന് ബെർത്ത് സംവിധാനം ഉള്ളതല്ലേ? സംവിധാനമുണ്ട്. സാധാരണ വണ്ടിക്കില്ല, അതിന് ബെർത്ത് ഉണ്ട് പുറകില്. ഇത് സീറ്റെല്ലാം മാറ്റിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ബെഡ് പോലെ നല്ല ഒരു നീളമുള്ള ആൾക്ക് നല്ല രീതിക്ക് കിടക്കാം കേട്ടോ. 2 പേർക്ക് വേണേൽ കിടക്കാം. സുഹൃത്തുക്കളാണ് 2 പേർക്ക് കിടക്കാം അല്ലേ? ഇത് വന്നത് പവർവിൻഡ് അല്ലേ? ഈ സൈഡിലും അത് പവർവിൻഡ് ഓക്കെ. പക്ഷെ പവർവിൻഡ് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. വണ്ടി നല്ല വൃത്തിക്കാണ് എല്ലാം അകമൊക്കെ ക്യാബിനറ്റിന്റെ ഉള്ളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? 1,50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമ്മളെ വണ്ടി നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ട്. സാധാരണ നമ്മള് വണ്ടിയിലൊക്കെ കയറുമ്പോ തന്നെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ കുറ്റം പറയുന്നതല്ലോ കേട്ടോ, വണ്ടി മുറച്ചായിട്ടേക്കുന്നത്. ഇതിങ്ങനെ പൊടികളൊന്നും കാണാനില്ല. നല്ല അത്യാവശ്യം നല്ല വണ്ടി നീറ്റായിട്ട് എടുത്തിരിക്കുന്നു. ഈറൊക്കെ മറ്റേ പോലെ തന്നെയല്ലേ ഉള്ളൂ? സാധാരണ മറ്റേ നമ്മളെ ഭാരതത്തിന്റെ പോലെ തന്നെ ആന്തരിക ഇവിടെ വരുന്നുണ്ട്. വേറെ മറ്റുമായിട്ടൊന്നും വ്യത്യാസമില്ല. അട്ടിപ്പോക്കുന്ന ടിറ്റിയോർ സ്വിച്ചിന് വ്യത്യാസമുണ്ടോ? അത് തന്നെ സെയിം അവിടെ തന്നെ. പവർവിൻഡോ സ്വിച്ച് മാത്രം വന്നിട്ടുള്ളൂ അല്ലെ? ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴുള്ള വാഹനങ്ങളൊക്കെ കാറുകളൊക്കെ ആണെങ്കിലും എല്ലാം നിർബന്ധമാക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം അല്ലെ? ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ അതൊരു വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അതിന് വാണിംഗ് വരും സീറ്റ് ബെൽറ്റ് ഇടണമെന്നുള്ളത്. സീറ്റ് കൂട്ടി തന്നെ നല്ല കംഫർട്ട്. നല്ലൊരു സംവിധാനം അത്. സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയാലും കംഫർട്ട് അസുഖമാണ്. രാജീവേട്ടൻ എത്ര നാളായോ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട്? 9 വർഷം. 9 വർഷമായി അല്ലേ? ഭാരവൻസ് 9 വർഷമായി. ഞാൻ ചോദിച്ചിട്ടെ, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ട്. ലോറിക്കാരെല്ലാം ആദ്യം ഓട്ടോറിക്ഷ ആയിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് പെട്രോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഈരാറ്റുപേട്ടയായിരുന്നത് അതെല്ലേ? അപ്പൊ ഓട്ടോറിക്ഷയിലായിരുന്നു തുടക്കം. പിന്നെ ജീപ്പോ? പിന്നെ ജീപ്പായി. ബസ് ഓടിച്ചു. ബസ് ഓടിച്ചിട്ടുണ്ടല്ലേ? ഏത് ബസ് ഓടിച്ചിട്ടുണ്ട്? ബസ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സെഞ്ചൂർ എന്ന് പറഞ്ഞ വണ്ടിയിലായിരുന്നു. പ്ലാസ്റ്റാന പാല ഒരുപാട് വണ്ടി, കോട്ടയം വണ്ടി, ശരി. സാധാരണ ബസ് ഒക്കെ ഓടിച്ചവര് പിന്നെ ടിപ്പറെ വന്ന് അവിടെ ഒതുങ്ങുക ചെയ്യുന്നത്. നമ്മള് ഭാരതൻസ് ഇറങ്ങി 9 വർഷമായി. നല്ല ഭാരതൻസിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ ഇത്രയും കാലം കൊണ്ട്? മറ്റു ലൈലാൻഡുകളൊക്കെ ഓടിച്ചിട്ടില്ലേ? എല്ലാം ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓടിച്ച വണ്ടി ഇതാ ഭാരതൻസ്. കൂടുതലും ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ്. മടുപ്പില്ല ഓടിക്കാൻ? മടുപ്പില്ല. വണ്ടിയാണ് കംഫർട്ട്. നമുക്ക് ഇതിലും ധൈര്യമായിട്ട് കൊണ്ടുപോകാം. വേറെ ഏത് വണ്ടിയേക്കാളും ധൈര്യമായിട്ട് ഇതിലും കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇറക്കമാണെങ്കിലും കയറ്റമാണെങ്കിലും പോകുമോ എന്നുള്ളത് പേടിക്കണ്ട. കയറ്റം കണ്ടാലും വലിക്കുമോ? ഈ വണ്ടി കൊണ്ട് ഒരു പേടിയില്ല. ഇപ്പം നമ്മുടെ ക്രഷർ ഇവിടെ ഓണാക്കിയോണ്ട് ആ രാജീവേട്ടൻ്റെ സൗണ്ടുകളൊന്നും കിട്ടിയില്ല. ക്രഷറിൻ്റെ മെഷീൻ പ്രവർത്തിക്കുന്നുണ്ട്, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഈ സൈഡിൽ എന്താണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത് ചോദിച്ചതിനും പുള്ളി പറഞ്ഞ് ഏതോ ക്രഷറിൽ കൊണ്ട വണ്ടി കിട്ടപ്പോഴത്തേനും ഇത് ക്രഷറിലാണെങ്കിൽ ഒരുപാട് വണ്ടികൾ വരുമല്ലോ. അപ്പോൾ ടിപ്പർ ഇങ്ങനെ ടേൺ കിടന്നപ്പോഴത്തേനും ഒരു വണ്ടിക്കാരൻ റിവേഴ്സ് വെച്ചതാണ്. പുള്ളി എന്തോ ഫോണിനൊക്കെ വിളിച്ചുകൊണ്ട് റിവേഴ്സ് വെച്ചതാണ്. പക്ഷേ ഈ സാധനം പുറകെ കിടക്കുന്നത്, ഇത്രയും വലിയൊരു വണ്ടി പുറകെ കിടന്നിട്ട് അത് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് കൊണ്ടുപോകാം, സൈഡ് കൊണ്ടുപോകാനും ചളങ്ങിയിട്ടുണ്ട്. ഡോറിൻ്റെ ഒരു പോർഷൻ കൂടെ ചളങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുത്തു. പക്ഷേ ഈ ഒരു നഷ്ടപരിഹാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്സൊക്കെ അയച്ച് വരണമെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും. അത് ഏത് ഡ്രൈവർമാർക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലാണ്. ഡ്രൈവർ സീറ്റ് ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി, ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും ഉണ്ടോ സൈഡ് മിററിൽ കൂടെ നല്ല രീതിക്ക് കാണാം. നീ അങ്ങോട്ട് കോർണറിൽ നോക്കുവാണെങ്കിലും ഫ്രണ്ട് വിഷ്വൽസ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. ആ സൈഡ് മിറർ ആണെങ്കിലും മൊത്തം ബാക്കിയെല്ലാം കാണാം. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവം കുറവാണ്. പിന്നെ ഈ റിവേഴ്സ് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റിവേഴ്സ് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഓടിച്ചോട്ടെ.
അനന്തയ്ക്ക് ഒത്തിരിയായി കുടിച്ചിട്ട്. ഇത് ചുമ്മാ ഓടിച്ചിട്ട് പോകുമ്പോ കണ്ണടത്തോ ഈ സാധനം വർക്ക് ചെയ്യോ? ഞാനത് ഒരു രൂപ ശല്യം കാരണം എല്ലാം കാരണല്ലേ ഒരാളെ മൊബൈലൊന്നും എടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ അങ്ങോട്ടും എല്ലാം അപ്പം നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് മേഖല എന്ന് പറയുന്ന വാഹന സംബന്ധമായിട്ടുള്ള മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടി മുതൽ എല്ലാ വാഹനങ്ങളും ഓടിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് വണ്ടി കിട്ടിയാലും എല്ലാ കാലത്തും പണിയെടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു ഈ ഡ്രൈവിംഗ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രായപരിധി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പ്രായമുള്ള ചേട്ടന്മാരൊക്കെ ബസ് ഓടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം ഞങ്ങളുടെ ഈ റൂട്ട് കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണെങ്കിൽ ഒരുപാട് പ്രായമുള്ള ചേട്ടന്മാർ ബസ് ഓടിക്കുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ അവരെയൊക്കെ ഭയങ്കര ഒരു ആരാധനയാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കൊണ്ടാകുന്നതിന് മുന്നേ ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ. അപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ടിപ്പർ ഓടിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്, നല്ല പ്രായമുള്ള ചേട്ടന്മാരാണ്. പക്ഷെ അവരൊക്കെയാണെങ്കിൽ ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. നമ്മളെക്കാളും അതുപോലെ വളരെ കെയർ ആയിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നതും വണ്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും എല്ലാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി വണ്ടികളൊക്കെ ഓടിച്ച് നല്ലൊരു ഡ്രൈവർമാരായിട്ട് മാറണം. പിന്നെ നമ്മളെ ഈ കമൻറ്റ് ബോക്സിന് അടിയിലൊക്കെ വന്നിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ വണ്ടി ലൈസൻസ് ഹെവി ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ എന്താ മാർഗം? അപ്പോൾ അത് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടത്തില്ല, ജോലി കിട്ടത്തില്ല. ഒരു വണ്ടി എടുത്ത് ഓടിച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തപ്പല്ലാതെ വണ്ടി എടുക്കണം. ഒരു കയറ്റത്താളിൽ നിർത്തി എടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകളിലൊക്കെ അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ ഉള്ളൊരു പ്രാക്ടീസുകളൊന്നും കൊടുക്കാൻ സാധ്യത തീരെ കുറവാണ്. അവർ ജസ്റ്റ് ഒരു ലൈസൻസ് എടുത്ത് ഒന്ന് കൊടുക്കുന്നു, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ ആൾക്കാർ ഇടിച്ച് നിൽക്കുവാണ്. അപ്പോൾ അവർ ലൈസൻസ് എടുത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു, ആ ഒരു കർമ്മം കഴിഞ്ഞു. പിന്നെ ഈ വണ്ടി ഓടിച്ച് റോഡിലോട്ടൊന്ന് ഓടിച്ച് ഒരു പ്രൊഫഷണലായിട്ട് ഈ വണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങണമെങ്കിൽ പിന്നെ ഒരുപാട് കടമ്പകൾ കിടക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളോടൊക്കെ വണ്ടിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി അതും രക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ പല വീഡിയോയുടെയും കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടിയിലും വേണം ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്കും അത്യാവശ്യക്കാരും മാത്രം കേട്ടോ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം വരിക. ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ വന്ന് നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഡ്രൈവർമാരാകുക. രാജീവേട്ടനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടെ ഈ പുള്ളിയുടെ ചെറിയൊരു വീഡിയോ, ഒരു വണ്ടിയുടെ ചെറിയൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം നമ്മുടെ ബളാദോസ്താണ് പുള്ളി, രാജീവേട്ടൻ. അപ്പോൾ ഇവർക്ക് ഒരു യാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയിൽ നിന്നാണ് ലോഡൊക്കെ എടുത്ത് അവിടെ കൊണ്ട് ഷട്ടിലടിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ ഉണ്ട്. രാജീവേട്ടനൊക്കെ വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ്, പുള്ളിക്ക് ഈ ഫീൽഡിലുണ്ട്. ഈ വണ്ടിപ്പണിക്ക് ഇറങ്ങിയാൽ പിന്നെ വേറൊരു പണിക്ക് പോകത്തില്ല. അതെന്ന് വെച്ചാൽ ഇത്രയൊരു സുഖമല്ല, ഒരു രസം പിടിച്ച പണി, എന്നാൽ ടെൻഷനും റിസ്ക്കും ആണ് താനും. പക്ഷെ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയവൻ, മറ്റേ സിനിമയിൽ ഡയലോഗ് പറഞ്ഞ പോലെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയവന് ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു. കുഴപ്പമില്ല കേട്ടോ, നമ്മളൊക്കെ ആണെങ്കിലും ഈ വണ്ടിപ്പണിക്ക് ഇറങ്ങിയിട്ടേ നമുക്കൊരു മോശം എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല എന്നും ജോലിയുണ്ട്. നമ്മൾ പ്രൈവറ്റ് സെഗ്മെൻ്റാണ്, എന്നിരുന്നാൽ പോലും എന്നും ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നു പോകുന്നുണ്ട്, എല്ലാം നല്ല രീതിക്ക് നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടൊരു പരാജയം നമുക്കില്ല ഈ വണ്ടിപ്പണി പഠിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ക്ലച്ചിന് വെച്ചാൽ കട്ടിയുണ്ടോ? അതെനിക്ക് തോന്നുന്നു ഉണ്ടല്ലേ. ഇങ്ങോട്ട് വണ്ടിക്കുള്ളതാണോ അതോ?
Started climbing my